നമ്മൾ എപ്പോഴും അതേന്നും പറഞ്ഞിരിക്കരുത്. നമ്മളാണെങ്കിലേ അത് അതിന്റെ നമ്മുടെ സൈഡില് ഒരു ഇത് നമുക്കുള്ള ഒരു ദൈവീകം. ഞാൻ ചോദിച്ചോട്ടെ, പണ്ടാണെങ്കിൽ എല്ലാരും മംഗളം, മനോരമ, സുനന്ദ, അതും നമ്മൾ എപ്പോഴും നമുക്ക് അതിന് സമയം വേണ്ട. പണ്ടെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന പുസ്തകം അങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ടായിരുന്നു അത് വായിക്കുന്നത്. ഞാനും വായിച്ചിട്ടുള്ളതാണ്. കൊച്ചുങ്ങളെ പഠിപ്പിക്കണം, കൊച്ചുങ്ങളെ വളർത്തണം. വീട്ടിലൊക്കെ ഉരുളിക്കോപ്പിയൊക്കെ വാങ്ങിച്ചോണ്ട് വെക്കി തരും, ഞാൻ വാങ്ങിച്ചോണ്ട് പോകുന്നതിലൂടെ. പിന്നെ വീട്ടിൽ വെച്ചൊക്കെ ആയാലും പണ്ട് മനോരമയൊക്കെ വായിക്കാൻ സമ്മതിക്കും വീട്ടുകാര്. വായിക്കുന്നത് നമ്മള് പഠിക്കാൻ മണ്ടനാണെങ്കിലേ പഠിക്കാൻ മണ്ടനായിരുന്നു. പക്ഷെ സന്ധ്യക്കൊക്കെ അല്ലേ ഇങ്ങനെ എടുത്ത് വെച്ച് വായിക്കുന്നുള്ളൂ. അല്ല നമ്മൾ പകലൊക്കെ ഇത് എടുത്ത് വെച്ചോണ്ടിരിക്കും. നീനെന്തോ കറി വെച്ചേ? ഇന്ന് വെച്ചത് മോര് കറി. ഇവിടുന്ന് കിട്ടി 2-3 പഴുത്തമാങ്ങ ഉണ്ടായിരുന്നു, 2 ഉണ്ടായിരുന്നു. അതിട്ട് കറി വെച്ചു, പയറ് തോരൻ വെച്ചു. ഇതൊക്കെ അവിടുന്ന് കിട്ടും, പന്നിവഴിന്ന് കിട്ടും, ആർക്കും കൊടുക്കും. അല്ല, ഇവിടുന്ന് കിട്ടിയത്. ഞാൻ ഈ പോയ വഴിക്ക് ഇവിടുന്ന് കിട്ടിയ മാങ്ങ. ഒരു പൊട്ടലുണ്ടായിരുന്നു. ഞാൻ കഴിയിട്ട് ആ പൊട്ടലിന്റെ പ്ലാസ്റ്റർ ഇട്ടാ മതി. ബാൻഡേജ് ഇട്ടാ മതി. ആശുപത്രി കൊണ്ടുപോയി ബാൻഡേജ് ഇട്ടാ മതി മാങ്ങയ്ക്ക്. ഞാൻ എന്തൊക്കെ വെച്ചെന്നറിയാവോ ശോഭേ? അതിയരി വെച്ചു, തോരൻ വെച്ചു, പിന്നെ എന്തോ ചൂരമീൻ കറി വെച്ചു, പിന്നെ 5 കോഴി എല്ലാവർക്കും കോഴി നീ അറിഞ്ഞോ? താജുവണ്ണൻ എല്ലാവരും ഓരോ മുട്ട കൊടുക്കണമെന്ന് പറഞ്ഞു എന്നോട്. എടി എടാ, ഇന്നലെ താജുവണ്ണന്റെ അവിടെ ചന്ത കോഴി വണ്ടി വന്നു. ഈ ഇതിന്റെത് പറ, എന്തിന്റെ അടിയത്? പഞ്ചായത്തിന്ന് ഇവളും പിന്നെ രേണുകയും ബിന്ദുവും കൂടെ കോഴിയെ മേടിക്കാൻ പോയി. കോഴിയെ മേടിക്കാൻ അവിടെ ചെന്നപ്പോ ആധാറും കൊണ്ട് ചെന്നാ മതി എന്നും പറഞ്ഞുകൊണ്ട് ആരാണ്ടൊക്കെ ചെന്ന് വാങ്ങിച്ചപ്പോ ആൾക്കാരൊന്നും വരുന്നില്ല. ഉടനെ ഉണ്ട് ശോഭ ചേച്ചിയെ വിളിച്ചു. ശോഭ ചേച്ചി ചെന്നു. അത് കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് ഞങ്ങള് വായി നോക്കി, ഞങ്ങള് അപേക്ഷയും കൊടുത്തില്ല, ഒരു കുന്തവും കൊടുത്തില്ല. ഞങ്ങളവിടെ നിൽക്കുക. കോഴിയെ വല്ലവരും തരുവോ? അവസാനം ഞങ്ങളവിടെ നിന്നിട്ട് ഞങ്ങള് പറയാന്നേ, ഞങ്ങള് തന്നെയാ, എനിക്കും കോഴിയെ വേണമെന്ന്. അവസാനം കോഴിയെ കിട്ടിയില്ലയോ? അവസാനം കോഴിയെ കിട്ടി. കോഴിയെ കിട്ടി. ഒരാൾക്ക് എത്ര കോഴി വെച്ച്? 5 കോഴി വെച്ച്. 5, 10, 15, 20. 5 കോഴിക്ക് ഞാനും അപേക്ഷ കൊടുത്തില്ല, ദീപയും കൊടുത്തില്ല. എനിക്ക് 5 കോഴി കിട്ടി. അല്ല, റെജി ഉണ്ടായിരുന്നു. റെജി വരാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ പക്ഷിപ്പനിയും കുന്തമായിട്ട് ഈ കുന്തത്തിനൊക്കെ വളർത്താൻ അത് ചത്തുപോകുന്ന കോഴിയാ. അത് വളരത്തില്ലത്. മുട്ട ഇടുമ്പോ എല്ലാരും ഓരോ താജുവണ്ണനെ കൊടുക്കാം ഓരോ മുട്ട. കോഴി അവിടെ വളർത്താനാണ്. താജുവണ്ണനോട് കണ്ട് ഈ പോസ്റ്റേല് ഈ ലൈറ്റ് ഇടാൻ പറഞ്ഞിട്ട് താജുവണ്ണൻ കേട്ടോ? താജുവണ്ണ ഞങ്ങള് മുട്ട കൊടുക്കാം. കോഴി എവിടെ കൊണ്ടിട്ട് ബിന്ദുവിന് അമ്മക്കല്ല, ബിന്ദുവിന് വേണ്ടിയായിരുന്നു. ഇവള് മേടിച്ചു കൊടുത്തു, ശോഭ ചേച്ചി മേടിച്ചു കൊടുത്തു, ഞാൻ മേടിച്ചു കൊടുത്തു. ഞാൻ മര്യാദക്ക് കുറെ ആളുകൊണ്ട് പറയുന്ന കൂടെ അടിച്ചിട്ട് 10 കാടക്കോഴിയെ വാങ്ങിച്ചു എന്തിനാടാ നിന്നെ പോലെ ഒരെണ്ണം പോരെ? എന്തിനാ കാടക്കോഴി പുറത്തിറക്കണ്ടായിരുന്നു? എന്താടി എല്ലായിടും ഉണ്ട്. ഈ മരപ്പട്ടിയെല്ലാം കൂടെ മുട്ടക്കൊക്കെ ഭയങ്കര വിലയാ. അങ്ങോട്ട് 9 രൂപ. അതാണോ നമ്മളിവിടെ കൊണ്ടുവന്ന് വിട്ടേച്ച ഈ മരപ്പട്ടി. പിന്നെ മരപ്പട്ടി എവിടെ ഇരിക്കുന്നു? മരപ്പട്ടി ഒന്നും ഇല്ല ഇവിടെ ഇപ്പൊ. മരപ്പട്ടി ഇന്നാൾക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ നടക്കും. മരപ്പട്ടി ഓടിച്ചു, ഇനി മരപ്പട്ടി ഒന്നും ഇല്ല. തുളസി പറഞ്ഞ സത്യം തന്നെ ആയിരിക്കും കേട്ടോ. അതൊന്നേ ഓടിപ്പോയത് അങ്ങ് വയലില് ചുമ്മാ ആയിരിക്കണം. എല്ലായിടത്തും അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്നോട് പറയണേ, ഞാൻ എന്റെ അനിയനെ വിളിച്ചോളാന്ന് പറഞ്ഞു. കൊണ്ടുപോയതോ? ഇവിടുന്ന് കൊണ്ടുപോയതോ? ഓടിപ്പോയെന്നോ? മണ്ടേലൊന്നും താഴെ വീണില്ലായിരുന്നു. അല്ലാതെ ചത്തതിന് എങ്ങനെ ഓടിപ്പോന്നത്? അത് മണ്ടേലൊന്ന് പൊത്തോന്നില്ല. ഇപ്പൊ പൂച്ചക്ക് എന്തോ അസുഖമുണ്ട്, പൂച്ചകളെല്ലാം ചാവുക. കഴിഞ്ഞ വർഷം എനിക്ക് വീടിന്റെ പുറകെ ചത്ത കിടന്നായിരുന്നു. എനിക്ക് തോന്നുന്നേ പൂച്ച ക്യാൻസറാന്ന് തോന്നുന്നു. ക്യാൻസറാന്ന് തോന്നുന്നു പൂച്ചകൾക്ക്. പണ്ട് കൊറേ പൂച്ചകൾ കണ്ട എല്ലാം അവിടെ ഇവിടെയൊക്കെ ചത്ത് കിടന്നു. അതുപോലെ ഈ പട്ടികൾ എന്തിയേ? എന്തുമാത്രം പട്ടി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പാറുവിന്റെ കല്യാണ സമയത്ത് പട്ടി കൊച്ചുങ്ങളെ ഒന്നിനും കാണുന്നില്ല.
കൊച്ചുങ്ങളെ നോക്കാം. ഞാൻ ഇന്ന് പോയപ്പോൾ കണ്ണൻ കൂട്ടിരിക്കുന്ന ഞങ്ങളുടെ പറഞ്ഞ പോലെ പന്നിയൊന്നും കാണുന്നില്ലല്ലോ, കുറെ ദിവസമായല്ലോ വന്നിട്ട്. ഇപ്പൊ പന്നിക്ക് തിന്നാനൊന്നുമില്ല. അല്ല ഇവിടെ ഇവിടെ നിന്നുള്ള ചീനിയെല്ലാം തിന്നിട്ട് പോയി. ഇനിയിപ്പോ 15 പന്നി ഉണ്ടായിരുന്നേ. പന്നി കൊത്തി ഇടുക, ഗീത കുത്തി വെക്കുക. അല്ല പിന്നെ അന്ന് നമ്മള് കണ്ടില്ലേ ചേച്ചി 15 പന്നി എണ്ണി കണ്ടില്ലേ നമ്മള് രാത്രി? ഞാൻ വന്നിട്ട് കണ്ടില്ല. നമ്മളെ കണ്ണന്റെ കൂടെ പോയതേ ഈ ശോഭ ഇല്ല. നമ്മള് 3 പേര് ചേച്ചി അല്ലായിരുന്നോ? ഇന്നലത്തെയും ഇന്നിരിച്ചൊന്നുമില്ല. ഇന്ദിരിച്ചൊന്നുമില്ല. ബാംഗ്ലൂരായിരുന്നു. നമ്മള് രണ്ടുകൂടായിരുന്നോ? നമ്മൾ രണ്ടും കണ്ണന്. ശോഭ നിങ്ങളുടെ പെരയുടെ കുറെ വശത്ത് മൊത്തവും പന്നികളായിരുന്നു. ഞങ്ങൾ എണ്ണി അവസാനമാണ് വിജയമ്മച്ചയുടെ വീട്ടിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നത് എന്തുവാന്ന്. ഞങ്ങള് വിജയമ്മച്ചയോട് പറഞ്ഞപ്പോ സുലേഖ ഇറങ്ങി എണ്ണുവാ. എണ്ണിട്ട് പറയാം 16 എണ്ണം ഉണ്ടെന്ന്. ഇപ്പൊ പുറയിലൊന്നും ഉണ്ടെങ്കിൽ ഫ്രണ്ട് വരും. ഫ്രണ്ടിൽ കൂടെ ഇത് പോകുന്നത് രാത്രി. ഒറ്റയാനുണ്ട്, ഒറ്റയാൻ. വീട്ടിലൊരു കുന്തവും നട്ടു വെക്കാം. ഒന്നും നടാൻ പറ്റില്ല. ഇനിയിപ്പോ എങ്ങനെ ചീനി? ഇവിടുത്തെ വാഴയെല്ലാം കുത്തി മറിച്ച് ഇടാതിരുന്നാ കൊള്ളാം. വാഴ കൊലക്കാൻ നോക്കിയിരിക്കും അത്. ചോദിച്ചേച്ചി നിങ്ങളുടെ വാഴ ചേന എന്തോ ചേന തിന്നില്ല, അതുപോലെ ആ വാഴയും കുത്തി മറിക്കും. ഇല്ല, അത് കൊലച്ചിട്ടേ കുത്തി മറിക്കട്ടു. അതുവരെ നോക്കി വെക്കുന്നത്. ഇവിടുത്തെ കൊലച്ച വാഴ കുത്തി കിട്ടും, ബാക്കി അത്രയും ഇടയ്ക്ക് ഇരുന്നത് കുത്തിയിടാതെ. രേണുകയുടെ ആ വാഴ കുത്തി മറിച്ച പണി കിട്ടും. അവരുടെ പിന്നെ സിറ്റൗട്ടിന്റെ അകത്തൊക്കെ അവിടെ സിറ്റൗട്ടിലൊക്കെ ഇതാണ് ഞങ്ങളെല്ലാം അപ്പുറത്ത് മുറ്റത്ത് മൊത്തവും പന്നികള്. ഇവിടെ കണ്ടില്ല. ഞാൻ എന്തോ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഒരെണ്ണം ഇങ്ങനെ പോന്ന കണ്ട. അപ്പൊ എന്റെ വിചാരിച്ചു പട്ടി. സാധാരണ പട്ടികളല്ലേ ഇങ്ങനെ. ഞാൻ പട്ടിയാന്ന് വിചാരിച്ചത്. അത് പക്ഷെ പട്ടിയിലായിരുന്നു, പന്നിയായിരുന്നു. അതേപ്പണങ്ങാണ്ട് പോകുന്നുണ്ട്. അവള് വിചാരിച്ചത് കന്നാലി കുട്ടിയാണ്. ഏതോ പശുക്കുട്ടി കയറും പൊട്ടിച്ചോണ്ട് ഓടുവാന്നാ വിചാരിച്ചത്. അന്ന് അവിടെ ചെയ്തോണ്ടിരുന്നപ്പോ അപ്പോഴാ പന്നിയാന്ന് പറഞ്ഞോണ്ടിരിക്കുക. അതെങ്ങനെ കൊണ്ടിരുന്നറിയാവോ? അവിടെ ഒരു വശത്ത് JCB, ഒരു വശത്ത് വേറൊരു ഓവനച്ചാന്റെ അയ്യത്ത് കണ്ടോ കാട്? അവിടെ ഇതിന്റെ വാസം. ഇതിലെ കൂടെ വന്നാലും ഇപ്പൊ കൊറേ നാളായി വന്നിട്ട്. ഇത് ശോഭിച്ച് കണ്ടില്ലല്ലോ. നമ്മളെന്തോ അതിന്റെ കളറ് ചാര കളർ കണക്കല്ലേ? കുട്ടിത്തേവാൻ ഇതേപോലുള്ള കളറല്ലോടി അതിനെ. ഇങ്ങനത്തെ കളറ് ഇതിലെ വരുവാണെങ്കിൽ എന്തോ ഞാൻ കയറി പരക്കാത്തോട്ട്. അങ്ങനൊന്നും ചെയ്യത്തില്ല. അതിലെ പോയാൽ അത് ഓടി അങ്ങ് പോത്തേ ഉള്ളു കേട്ടോ. അതെല്ലാം മറ്റേ കുത്തി കീറിയ തേറ്റയൊന്നും ഉള്ള സാധനം ഇല്ല ഇതിനകത്ത്. ഇതിനകത്ത് എല്ലാം കൊമ്പില്ലാത്തതാ. അതുമല്ല നമ്മൾ ഇത്രയും പേര് നിക്കുമ്പോ അതങ്ങനെ ഇങ്ങോട്ടല്ല വരുന്നേ. അത് പോകുന്ന ഓടി വഴി വേറെ വഴിക്ക് പോകും. ഞാൻ കുഞ്ഞുങ്ങളെല്ലാം വലുതാവുമ്പോഴാ പണി പാടുന്നു. അരി അരക്കുന്ന ശബ്ദം ഇല്ലയോ? അതെ അത് നിനക്ക് തോന്നുമാ. അരി അരച്ചാലും നിനക്ക് എന്തോ വേണം. നീ ഇന്നലെ അവള് പറഞ്ഞ എങ്ങാണ്ടൊക്കെ അരി അരക്കട്ടത്. രാത്രിയിലെ മേളത്തെ വാവയ്ക്ക് ചോറൊക്കെ നാളെ കൊണ്ടുണ്ടായി. അവരൊക്കെ അരി അരക്കുമായിരിക്കും. അല്ലെങ്കിൽ കുഞ്ഞുമോടങ്ങായിരിക്കും. 2 ദിവസത്തെ ഇവിടെ 2-3 ദിവസത്തേന് വെച്ച് കൂടാ കേട്ടോ. ഞാനാണെങ്കില് പന്നിയുടെ പോവാ ശനിയാഴ്ച വൈകിട്ട്. എന്താ കോയമ്പത്തൂരോട്? അല്ല, ഞാൻ ചോറ് ഒത്തിരിയും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ചോറ് 2-3 ഇല്ല, നാളത്തേക്കൂടെ ഉള്ളൂ. കൊച്ചു വെള്ളത്തിനകത്ത് വെച്ചത്. ശനിയാഴ്ച 2-3 ദിവസമായിരുന്നു ആ മാങ്ങ കൊണ്ടുപോയി. 2-3 അല്ല 5-6 ദിവസമായിരുന്നു ആ മാങ്ങ ഇവിടെ ഇങ്ങനെ കിട്ടിയപ്പോൾ കൊണ്ടുപോയത്. ഒരെണ്ണം അങ്ങ് കൊള്ളത്തില്ലായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു. ശനിയാഴ്ച പോയാൽ നീ ഞായറാഴ്ച വരത്തുള്ളൂ? തിങ്കളാഴ്ച ഞായറാഴ്ചയായിരിക്കും. പോയി നിൽക്കാൻ മതി. അവിടെ മാങ്ങയുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടുപോകും. ഇവിടുന്ന് ആരങ്ങോട്ട് കൊണ്ടുപോയി? അല്ല, ഞാൻ പറഞ്ഞത് അവിടെ അവിടുത്തെ മാങ്ങയൊക്കെ തീർന്നു. അന്നേ തീർന്നു. ഇഷ്ടംപോലെ വലിയ കൊണ്ടുവന്നില്ലയോ? എല്ലാവർക്കും തന്നു. നിനക്ക് തന്നു, നിശ്ചയ്ക്ക് കൊടുത്തു, ശ്യാമളച്ചയ്ക്ക് കൊടുത്തു, വീട്ടിൽ കൊടുത്തു. എത്ര പ്രാവശ്യം. ഇതൊക്കെ ഉള്ളു. പിന്നെ വലിയ ആവശ്യമില്ലായിരുന്നു. ഇവളെ അങ്ങ് നിർബന്ധിച്ചായിരുന്നു ഞാൻ കൊണ്ട് കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ചിന്നി ബാംഗ്ലൂർ കൊണ്ടുപോയി, എറണാകുളത്ത് കൊണ്ടുപോയി. എനിക്കും തന്നില്ലേ? ഞാൻ എനിക്ക് വല്ലതും കൊണ്ടുവരണ്ടാനെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഈ മാങ്ങയും പൊക്കി എടുത്തോണ്ട് വരുന്നത്.
നാട്ടുമാങ്ങ ഇന്നലെ നമ്മൾ എത്ര മണിക്ക് ചോദിച്ചു പറഞ്ഞു? 10:15 കഴിഞ്ഞ് ഇന്നലെ ഇവിടുന്ന് പോകും. ഒത്തിരി സമയമായി ഉറങ്ങിയപ്പോ ഇന്നലത്തേക്കാണെങ്കിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. ആ സീരിയലും കഴിഞ്ഞാൽ ഇന്നലത്തെ കിടക്കത്തുള്ളൂ. 10 മണിക്കൊരു ഈ സീരിയൽ സീരിയൽ ഇങ്ങനെ കണ്ടോണ്ടിരുന്നു. ബിഗ് ബോസ് തീർന്നില്ലേ? ബിഗ് ബോസ് തീർന്നു. കാണാൻ രക്ഷപ്പെട്ടു. എനിക്ക് ഇതുപോലെ കൂതറ പരിപാടി എനിക്ക് കണ്ണിന് കണ്ടൂടാ. എനിക്ക് ഇവിടെ ഇപ്രാവശ്യം TV ഞാൻ വെറുതെ ഇവിടെ കണ്ണ ഈ TV ഒന്നും TV അല്ല, കേബിളിന്റെ പൈസ കൊടുക്കണ്ട. കേബിളിന്റെ പൈസ കൊടുക്കണം. വെറുതെ കേബിൾ എടുത്തിട്ടേക്കുവാ. വെറുതെ കേബിള് കാണത്തേ ഇല്ല. ഇവിടെ ഞാനാണേ ഫോണിനകത്തേ കാണത്തുള്ളൂ. TV വെറുതെ വെച്ചിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നു. ഈ TV മേടിച്ചണെങ്കിൽ ഇവിടെ ഇപ്പൊ ഇതിന് കാര്യം പറയുന്നോണ്ടല്ലേ TV ഒക്കെ പകലൊക്കെ വെച്ചിരുന്ന് കാണും. ഇത് എന്തോ കാണാനാ? എനിക്ക് ഈ ഫോണിലുള്ളപ്പോ ഫോൺ കാണുക, TV ഫോൺ കാണുക. കച്ചിലേടെ അടച്ചു വെച്ചേച്ച് എന്തെങ്കിലുമൊക്കെ കാണണം. വാർത്തയെങ്കിലും വെച്ച് കാണാം. ഇപ്പൊ ഈ ഇടി വെട്ടുന്ന മുഖേന അതാ കേബിളെല്ലാം ഊരിയിട്ടിരിക്കുക. ഞാൻ എന്നും രാവിലെ പിന്നെ ഇത് എടാ, നീ അന്ന് വാഷിംഗ് മെഷീന്റെ അത് ഊരിയിട്ടിരുന്നേ എന്റെ മണ്ടയ്ക്ക്. ആ സീതാനം അടിച്ച ആ വെള്ളം മൊത്തം അതിനകത്ത് കയറി. ഇതാനും അടിച്ചു. ഞാൻ ശ്രീകണ്ഠൻ നായരുടെ വാർത്ത കാണും രാവിലെ കുറച്ചു നേരം. ഇവനത് ഊരി അവിടെ ഇട്ടിരുന്നു കേട്ടോ. അതിന്റെ അതിന്റെ ഇത് വയറ് എന്ന വെള്ളത്തിനകത്ത് എന്ന് ഞാൻ പിന്നെ അത് ഉണക്കി അവിടെ വെച്ചിട്ടുണ്ട്. അത് ഊരി ഇടുമ്പോ ഞാൻ രാവിലെ ഗുഡ് മോർണിംഗ് അയച്ചിട്ട് നെറ്റ് ഓഫ് ചെയ്തിട്ട് ഇത്രയും ഇപ്പൊ 2 ദിവസം കൊണ്ട് നെറ്റ് ഓഫ് ആക്കാൻ മറന്നു പോവാ രാത്രിയില്. ഞാൻ ഓഫ് ചെയ്തിട്ട് ഇപ്പൊ ഇങ്ങനെ ചാർജ് ചെയ്തോണ്ടാ. എനിക്ക് ഫോണിൽ പൈസ ഇല്ലായിരുന്നു അന്നേരം അങ്ങനെ ചെയ്യാനായിട്ട്. പിന്നെ അയച്ചു ഇട്ടോ? പൈസ ഇട്ടോ? ഇല്ല, വാട്സപ്പിനകത്തില് വിളിക്കാൻ പറ്റും. ഇത് തീരുമാനം മൊത്തത്തിൽ ചെയ്യും. ചേട്ടൻ ചെയ്തു തരാന്ന് പറഞ്ഞു. കള്ളനാ ചെയ്തൊന്നുമില്ല. അതുകൊണ്ട് രശ്മി ചെയ്യാത്ത. ഫോണുണ്ടെന്ന് അറിയാമോ? കാരണം ഇപ്പൊ എന്റെ ഈ ഫോണിൽ ചാർജ് ചെയ്തെന്നിരിക്കട്ടെ. പിന്നെ ഒരാളിപ്പോൾ ചെയ്യുക, ഇപ്പോൾ ലക്ഷ്മി ചെയ്തു എനിക്ക്, പിന്നെ ചേട്ടൻ ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യൊക്കത്തില്ലല്ലോ. വീണ്ടും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ഈ മാസം തീരുമ്പോൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് തീരാറാവുമ്പോഴത്തേനെ എടാ ഇപ്പൊ അങ്ങനെ അറിയാതെ അറിയാതെ ചെയ്ത അത് പോവും. പോകത്തല്ലേ ഉള്ളോ? അക്കൗണ്ടിൽ കയറും. അക്കൗണ്ടിൽ പക്ഷെ അത് ഉപയോഗിക്കുന്നില്ലല്ലോ. ഇയാൾ അത്രയും അങ്ങ് കാണുന്നു. അല്ല, നിനക്ക് ആവശ്യമാ. രാവിലെ മുതല് പിറ്റേന്ന് 5 മണി വരെ ഫോൺ കാണുമല്ലേ? സത്യം എപ്പോഴും യൂട്യൂബ് കാണും എടുത്ത് വെച്ചത്. ഞാനും കാണും കൂടെ കൂടെ. അത് കാണുന്നത് നാരായണിയെ കാണുന്നേ, വേറൊന്നുമല്ല കാണുന്നത്. നാരായണിയും കാണക്കോ. എല്ലാം സുജാതയെ വിളിക്കും. സുജാത സുജാത അവിടെ കെട്ടിയവനാ. ഗോവണ്ണ ഇനി മെസ്സേജ് ഇടും കൊച്ചേ. സുജാതയെ വിളിക്കട്ടെ ചെയ്യണത്. വേണ്ട, എനിക്ക് വിളിക്കണ്ട. വോയിസ് മെസ്സേജ് ഇതെന്തോട് കോഴിയും ചോദിച്ചു. പണ്ട് പൂന്താനം എന്തോട് പോയി നീ ഞാനപ്പാനെ എഴുതിയതുപോലെ, ചപ്പാത്തിയോ ഉപ്പുമാവോ പുട്ടോ? പണ്ട് പൂന്താനം ഞാനപ്പാനെ എഴുതിയതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതുക. അല്ല, രേണുക എഴുതുന്ന അതൊന്നുമല്ല. ഭദ്രാജിക്ക് എഴുതി കൊടുക്കും. ഞാൻ എഴുതിയിട്ടുണ്ട്. ഭദ്രാജി വേണം എങ്ങോട്ട് ഇട്ട് തരാന്ന്. എന്റെ മനസ്സിനകത്തിലൊരു ആഗ്രഹം പറയട്ടെ. ഭദ്രാജിയെ പോലെ വരണം. വായിക്കണമെന്ന് സത്യം. അവിടെ മനസ്സിലെ ഇത് കണ്ട സത്യമാണ്. എനിക്ക് അതുപോലെ വായിക്കണം ഭയങ്കര ആഗ്രഹമാണ്. ഗോവണ്ണം നല്ലപോലെ നിന്നെ വിടും. നിനക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടോ? ഭയങ്കര ആഗ്രഹത്തോടെ അവരെ പോലെ നടക്കട്ടെ. അങ്ങനെ നടക്കൂടെ ഭദ്രാജി കേക്കണ്ട. അവരുടെ കഞ്ഞി പാറ്റിലുള്ള ഉടനെ നടക്കണമെന്ന് വെച്ചാൽ അവരുടെ കൂടെ വായിക്കാം. അവരുടെ ഒപ്പം ഇരുന്ന് ഇപ്പത്തെ ഇപ്പൊ ഈ തുളസിയമ്മയൊക്കെ വായിക്കുന്നില്ല അങ്ങനെ. അത് ഭയങ്കര ആഗ്രഹം. അവരോട് പറഞ്ഞാൽ മതി. എന്താ ഇതൊക്കെ പോട്ടെ, അതൊക്കെ ശ്രദ്ധിച്ചാ മതി. അവരോട് പറഞ്ഞാൽ മതി. നടക്കും. ഞാനതല്ല, നിനക്ക് പറ്റും. ഞാൻ നിങ്ങളുടെ പറയാത്ത താല്പര്യം ഉണ്ടെങ്കിൽ അത് നടക്കും. അവിടെ ഭയങ്കര ആഗ്രഹത്തോടെ വായിക്കത്തില്ലയോ? എനിക്കുള്ള ആഗ്രഹം എന്തോന്ന്, ഏതെങ്കിലും ഒരു സീരിയലിലോ സിനിമയിലോ ഇച്ചിരി വേലക്കാരിയുടെ ഒരു ചെറിയ ആഗ്രഹമൊന്നും അല്ല തള്ളക്ക്. വേലക്കാരി ഇച്ചിരി മുഖം കാണിക്കും. എനിക്കുള്ള ഒരാഗ്രഹം അത്. നിനക്ക് ഇത് ആഗ്രഹം. ഇതൊക്കെ എനിക്ക്
എനിക്ക് കണ്ട വലിവ് ഒരു ഇതുണ്ട്, കഫമുണ്ട്. എനിക്ക് മൊബൈല് എനിക്ക് ഉറങ്ങണം. അതൊന്നുമല്ല, എനിക്ക് അമ്മയാണ് സത്യം. ഞാൻ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നിന്റെ ആഗ്രഹം എന്താന്ന് പറയടി, എന്റെ ആഗ്രഹം പറയടി. എനിക്ക് എന്റെ ആഗ്രഹം വല്ല യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ കറങ്ങി നടന്നൊക്കെ പോട്ടെ. ഞാണ്ട് യൂട്യൂബിനകത്ത് ഞാൻ കണ്ടതാ, ഒരുത്തി അവരുടെ ഭർത്താവ് അറിഞ്ഞോണ്ട് അവര് ലോകം ചുറ്റാൻ പോവുക. പൈസയൊക്കെ ഈ ഗവൺമെന്റ് അങ്ങാണ്ട് കൊടുക്കുവാന്ന് തോന്നുന്നു. എന്നിട്ടാണെങ്കിൽ ബസ്സിനകത്തിലല്ല പോണേ, അവര് ഒരുങ്ങി അവര് ചെന്ന് എവിടെങ്കിലും നിൽക്കുമ്പോൾ ഈ ലോറികൾ വരത്തില്ലയോ, അത് കൈ കാണിച്ച് അതിനകത്ത് കയറിയാണ് പോകുന്നത്. എന്റെ ആഗ്രഹം ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, കാരണം ഞങ്ങളുടെ ചേട്ടൻ വണ്ടി ഓടിക്കുന്ന പോലെ അതേപോലെ വണ്ടി ഓടിക്കണം. എന്നിട്ട് കൊറേ സ്ഥലങ്ങൾ ഇങ്ങനെ ചുറ്റിയടിക്കാനും പോകണം. ചുറ്റിയടിക്കാനല്ല, നിനക്ക് അതൊക്കെ ഇഷ്ടം തന്നെ. ഈടി ടോറസൊക്കെ ഓടിക്കാൻ ഇഷ്ടമാണ്, ബസ് ഓടിക്കാൻ, ടോറസ് ഓടിക്കാൻ, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമാണ്. എനിക്ക് ട്രെയിനിങ്ങിനോടാ താല്പര്യം. എനിക്കത് പേടിയ. അല്ലെങ്കിൽ കണ്ണൻ കൊറേ സ്ഥലങ്ങൾ ചുറ്റാൻ കൊണ്ടുപോകണം. ഇതൊക്കെ തന്നെ നിന്റെ ആഗ്രഹം. എനിക്ക് ട്രെയിനിങ് അറിയാവുന്നത് കൊണ്ട് അതിനോടാ താല്പര്യം. എനിക്കുള്ള ആഗ്രഹം ഞാൻ പറഞ്ഞേ, അത് ഒത്തിരി വർഷങ്ങൾ കൊണ്ടുള്ള ഒരു ആഗ്രഹമാണ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഡ്രൈവിംഗ് അറിയാവുന്നത് കൊണ്ട് അതിനോടാ താല്പര്യം. സിനിമയിൽ എവിടെങ്കിലും ഒരു ഇച്ചിരി എനിക്ക് സിനിമയിലൊന്നും പോവാനൊന്നും ഇഷ്ടമല്ല. എനിക്ക് വണ്ടി ഇങ്ങനെ എല്ലാ വണ്ടികളും ഓടിക്കും. കാര്യമായിട്ട് പറയാ കണ്ണ, ഒരു മുഖം മതി, ഒന്നും ഇങ്ങനെ കാണിച്ചാൽ മതി. ഒന്ന് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മതി. എന്ന് മോഹൻലാലിന്റെ കൂടെ ആയാൽ പറ്റുമോ? സന്തോഷം. മമ്മൂട്ടിയുടെ കൂടെ അതിലും സന്തോഷം. കണ്ണ അതിന്റെ എവിടെങ്കിലും ഒരു അറ്റത്ത് ഇച്ചിരി ഒന്ന് എവിടെങ്കിലും അറ്റത്ത്. എടാ ഒന്നും വേണ്ട, ദേവദാസ് അഭിനയിക്കാൻ പോയപ്പോഴത്തേക്ക് എന്റെ ചേട്ടന്റെ കൂടെ ഒന്നും വിടത്തില്ല. അല്ല ആ സിനിമയ്ക്കകത്തില്ലല്ലോ, സിനിമയ്ക്കകത്തില്ല അവര് ഭാര്യ ഭർത്താവായിട്ട് അഭിനയിക്കാൻ പോവാല്ലോ. എന്താ അവര് ഭാര്യ ഭർത്താവ് കൂടെ വില്ലേജ് ഓഫീസിൽ ഇത് കൊടുക്കാൻ പോകുന്ന ആ ഒരു ഇത് മതിയായിരുന്നു. ഒന്ന് പറയടി. എന്നാ സഹോദരി എന്താ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്തോ സിനിമയിലുള്ള കാര്യം, അത് അങ്ങനെ അത്രേ ഉള്ളൂ. പിന്നെ അന്നേരം ഞാൻ ചോദിക്കട്ടെ, മോഹൻലാലിന്റെ ഭാര്യ അപ്പൊ എന്തുമാത്രം വിഷമിച്ചാലൊക്കെ കൂടെ ഒന്ന് അങ്ങോട്ടൊന്ന് കയറ്റി വിട്ടൂടാ. അപ്പൊ ഇവള് പറഞ്ഞു, സാറേ എനിക്കിതൊന്ന് സാധിച്ചു തരണേ സാറേ, അങ്ങനൊക്കെ ഇവള് പറയുവായിരുന്നു. ചേച്ചി അങ്ങനൊന്നും വേണ്ട, ചേച്ചി പാട്ടങ്ങ് പാടിയാ മതി. പാട്ട് പാടും. പാട്ട് എന്തോനുള്ള പശുവോ ആടോ പിന്നെ വല്ലോ ഉണ്ടെങ്കിൽ. ഞാനിവൾ പാട്ട് പഠിക്കാൻ പോയിട്ട് ഇപ്പൊ പോകുന്നുണ്ടോ? പാട്ട് പഠിക്കാൻ പോയി പകുതിയാക്കി നിർത്തി വെച്ചു. നമുക്ക് ഡാൻസ് പഠിക്കാൻ പോയാലോ? തിരുവാതിരയുടെ കളിയുടെ കാര്യം ഇപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ല. നമ്മുടെ ഇവരാരും നന്നാവാൻ പോകുന്നില്ല. എന്താ അവരാണെങ്കിൽ എത്ര മനുഷ്യരും നമ്മൾ പറഞ്ഞത് ഓരോ കാര്യങ്ങളും ഇതൊക്കെ അറിയാമോ പറഞ്ഞാണ് നമ്മള് ആരെങ്കിലും കേട്ടോ? ആ ടീച്ചറുടെ അടുത്ത് ഇനിയും ചെന്ന് പറയല്ലേ, ടീച്ചർ മടലെടുത്തല്ല അതിനെ അടിക്കും. അവൻ മിക്കവാറും എന്നെ വിളിച്ച് ചോദിക്കായിരുന്നു വല്ലതും പറഞ്ഞോ. മീൻകറി എങ്ങനെ ഉണ്ടായിരുന്നേ? നല്ല മീൻകറിയായിരുന്നു. സത്യമാണ്. നീനെന്തോ മേടിച്ചേ? പിന്നെ ഇന്നത്തെ ആണെങ്കിൽ വറ്റം മേടിച്ചു 2 മത്തിയൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. 400 രൂപ, അതൊക്കെ മേളിൽ കയറി ആളല്ലത്. നമുക്ക് ചൂരയോ ഭയങ്കര വിലയോ. രാവിലെ അത് കറി വെച്ചു, അത് ശോഭ ചേച്ചി ചോറും തീയലും കഴിക്കുവാന്നോ? ഞാൻ ചപ്പാത്തി കഴിച്ചു. ഞാൻ അവിടെ ഗീതയുടെ സിറ്റൗട്ടി ഇരിപ്പുണ്ട്, ഞങ്ങൾ കാര്യം പറയും. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അമ്മാവി പറയുന്നു ശോഭ വരുന്നോന്നൊക്കെ. ഞങ്ങൾക്ക് 2 പേരെയും കൂടെ വേണം. വാ പറഞ്ഞില്ലയോ ശോഭ വരുന്നെന്ന് പറഞ്ഞു. നിങ്ങളെ ആരാണ്ടേ വിളിച്ചോണ്ടിരുന്നായിരുന്നു. വൈകുന്നേരമല്ല ഉച്ചക്കല്ലായിരുന്നോ? ഇവിടെ വന്ന് ഇരിക്കുന്നത് വല്ല കപ്പലണ്ടി കൊടുക്കണം, ചക്ക കൊടുക്കണം, കറി കൊടുക്കണം, പിന്നെന്തോടി ഞാൻ വൈകിട്ടത്തെ എന്തുവാ
കണ്ണ എല്ലടോ പോയി പടിഞ്ഞാറ്റേ പോയി അതിന്റെ കഴിക്കേ പോയി അതിന്റെ വടക്കേ പോയി പോയിട്ട് പെട്ടെന്ന് വന്നല്ലോ ഇങ്ങോട്ട് അകത്തോട്ട് കയറി. കുളിക്കാൻ അങ്ങോട്ട് കയറി എളുപ്പം കുളിച്ചുകൂടായാലും ഉണ്ട്. നിവും പിള്ളേരോട് ഇന്നലെ വന്നു. ഇനി രാവിലെ നിവു അങ്ങ് പോയി പിള്ളേരെ അവിടെ നിർത്തിയേച്ച് പോയി. ഇനി ആഗസ്റ്റിലോ അങ്ങാണ്ട് വന്നു പരിപാടി ഇല്ലയോ ചുമ്മാ നാളെ പോവും അവിടുന്ന് എറണാകുളത്ത്. കല വരത്തില്ല. കലയാണെങ്കിൽ പിള്ളേരെ വിളിക്കാനേ വരത്തുള്ളൂ. ആഗസ്റ്റിലോ അങ്ങാണ്ടേ വരത്തുള്ളൂ. നാളെ ഇനി യോഗാടെ ആട്ടോ. യോഗയുടെയോ? അപ്പൊ അതാണ് ഞാൻ യോഗയുടെ അതിന്റെ ചേച്ചി കണ്ടത് ഗീത. യോഗയുടെ നാളെ യോഗ കാണിച്ചാലോ? നീ ചുമ്മാ ഇരുന്ന് കളിക്കാനുള്ള സുമച്ചേച്ചി സ്റ്റാറ്റസ് ഇട്ടത് അതാണ് എപ്പോഴും. എടാ ഇവിടെ ഇരുന്ന് നമുക്ക് യോഗ കാണിച്ചാലോ? ഫോണിൽ നോക്കിയിട്ട് അല്ലേ ഞങ്ങള് വന്നണക്കില്ലേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എവിടെങ്കിലൊക്കെ ഉളുക്കിയൊക്കെ ഇരിക്കാനെ കൊണ്ടുള്ള പരിപാടി. ഞങ്ങൾക്ക് ആ പഠിപ്പിച്ച ഭാഗമില്ല. യോഗ കാണിച്ചിട്ടേ ഞങ്ങള് കണ്ടപ്പോ ഹെൽത്തിൽ ആള് വന്നായിരുന്നു. ഇങ്ങനൊക്കെ ആയിരിക്കും. അങ്ങനെ അങ്ങനെയൊന്നുമല്ല. യോഗാസനത്തിൽ ഇരിക്കണേ. യോഗാസനത്തിലൊക്കെ ഇരുന്ന് അതാ ഉളുക്കിയൊക്കെ നിന്ന് കാറി കൊണ്ടുപോകാൻ പറ്റത്തില്ല. പെട്ടിയോട്ടമൊക്കെ വിളിച്ച് ഫ്രണ്ടിങ്ങനെ മറ്റേ ഫ്ലോട്ടൊക്കെ കൊണ്ടുപോകത്തില്ലേ? ഫ്ലോട്ട് കൊണ്ടുവന്നിട്ട് എടുത്തോട്ട് പോകണമെന്നില്ലേ? ഹെൽത്തുകാർ വന്നപ്പോ അവരോരോന്നൊക്കെ ചോദിക്കുമായിരുന്നു. അവ ഇന്നലെ എന്റെ കാലെ കുത്തി തള്ളിയിട്ട് പിന്നെ ഞാൻ തള്ളിട്ടെ കൈ പഴം പിടിക്കാൻ പറഞ്ഞല്ലോ കേട്ടാ. പിടിക്കാൻ ഇതൊന്ന് പിടിച്ചേന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പിടിച്ച ഇങ്ങനെ എന്നിട്ട് തള്ളിയിട്ട് പടിഞ്ഞാറോട്ട് അവൻ അറിഞ്ഞോണ്ട് ചെയ്തതാണല്ലോ. ചൂട് തിളച്ച ചൂട് കൊണ്ടുവന്ന് എന്നോട് ഇത്രയും കൂടെ വേണ്ട. തിളച്ച ചൂട് കൊണ്ടുവന്ന് എന്റെ കൈ തന്ന നീ പിടിച്ചോടി. ആരാ പിള്ളേര് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഇരുന്ന് എല്ലാരും അല്ലേ അവിടെ? വസന്തയും പിള്ളേരും ഒക്കെ ഉണ്ടല്ലോ. ആ പട്ടിയുടെ കൂടെ ഇനി ഒരു പട്ടിയും കൂടെ എണീറ്റിരുത്തിയേക്കുമായിരുന്നു. ഇല്ല. ഞാൻ ചെന്നപ്പോഴേ രാവിലെ കാപ്പിയൊക്കെ കൊടുത്തേച്ച് ഉണ്ടെന്നോ കിടത്തേച്ച ഞങ്ങൾ അങ്ങോട്ട് പടിഞ്ഞാറോട്ടൊക്കെ പോയത്. പിന്നെ വന്ന് ചോറൊക്കെ കൊടുത്തു. ആ ഓ പ്രത്യേകിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല. അതൊക്കെ പറഞ്ഞു. ആ ഞാൻ എന്താ പറഞ്ഞെന്നാ പിന്നെ ഉദ്ദേശിക്കുന്നത്? അതാ ഞാനും വിചാരിച്ചേ. ഇഡ്ഡലിയും സാമ്പാറുവോ? ഉള്ളയാണോ അത്? ഇവിടെ ഇഡ്ഡലി സാമ്പാറും ഇഷ്ടമില്ലേ? ഇപ്പൊ ഉണ്ടാക്കുന്നതേ ഇല്ല. ഇവൻ രണ്ടേ എന്നെയാണെങ്കിൽ രാത്രി ഇച്ചിരി മുമ്പേ വസന്ത ഒന്ന് വിളിച്ചായിരുന്നു. ചേട്ടനോ ചേച്ചി ഇങ്ങനൊരു കാര്യം ഒന്ന് അറിഞ്ഞു. ചേട്ടൻ ഉണ്ടാക്കിയ പറയണ്ട. പിന്നെ അവളുടെയാണെന്ന് അറിഞ്ഞൂടെ? അവന് ദോശ രണ്ടെണ്ണം മതി, ഇഡ്ഡലി രണ്ടെണ്ണം മതി, ചപ്പാത്തി പറഞ്ഞെന്നു. ഇലയപ്പം ഒന്നും മൂന്നെണ്ണം തിന്നും. ഞാൻ ആരോടും പറഞ്ഞില്ലേ ആരോടും. അപ്പൊ നിങ്ങൾ ചോദിച്ചോണ്ട് തന്നെ പറഞ്ഞു. ചിക്കൻ ഉണ്ടെങ്കിലേ മൂന്നെണ്ണം തിന്നും. അന്നേരമൊന്നും ആരും അറിഞ്ഞില്ല. ബീഫൊക്കെ ഉണ്ടെങ്കിൽ മൂന്നെണ്ണം തിന്നും. അതല്ല സാമ്പാറോ ചമ്മന്തിയാന്ന് രണ്ടെണ്ണേ തിന്നും. ആരും അറിഞ്ഞില്ലായിരിക്കും അന്നേരം. പിന്നെ ഒരു ഗ്ലാസ് പാല് കൊടുക്കും. ഇപ്പൊ പാലും കുടിക്കത്തില്ല. ബിരിയാണി വെക്കടി. ബിരിയാണി വെക്കാം. ഫ്രൈഡ് റൈസ് കണ്ട് ഉള്ളു വെക്കുന്നു. അന്ന് വെക്കുന്ന നാളെയോ? ആ അതെന്തുവാ? കുഴിമന്തി വെക്കാം. കുഴിമന്തി വെക്കാം. കുഴി വെട്ടിയിട്ട് അതിനകത്ത് ചോറ് ബിരിയാണി. കൊറോണ സമയത്ത് വെച്ചില്ലേ ഫ്രൈഡ് റൈസ്? രാവിലത്തെ 10 മണിക്ക് അവിടെ എന്തുവായിരുന്നു അമ്പലത്തിൽ ഇന്ന്? കറി വേണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് ഇവൻ എന്നാ നെയ്ച്ചോറ് വെച്ച് കൊടുത്തുകൂടാണ്. നിനക്കറിയാവോ? നെയ്യ് വേണം ഓടിയത്. ഓ അത് ശരി. ഒത്തിരി ആൾക്കാരവിടെ നിന്ന് തൊഴിലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ 75 രൂപയുടെ ഡപ്പ അത്രയോ? അത് നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അവിടെ പ്രദേശനെ കണ്ടായിരുന്നു. മഞ്ഞപ്പൊടി, അണ്ടിപ്പരിപ്പ്, ഞാനുണ്ടായിരുന്നു അതിനകത്ത്. ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ ഒത്തിരി ആൾക്കാർ തൊഴുന്നു.
നാരങ്ങ നീര് ഒഴിച്ച്. റേഷൻ ചോറ്. പക്ഷെ ഇച്ചിരി സവാള നമ്മള് നെയ്ക്കകത്ത് വരട്ടിയിടാൻ. എന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. നെയ്യാറ്റിൻകരയിലെ രസം. ഓ വേറെ അങ്ങനെ ഇത് തന്നാലോ നെയ്ച്ചോറ്. കറി ഉണ്ടെങ്കിൽ പിന്നെ എന്താ നെയ്ച്ചോറ്. കറിയുണ്ട്. പിന്നെ ഇതിന് കറിയൊന്നും ഇല്ലാത്തപ്പോഴാണ്. കറി ഇല്ലാത്തപ്പോഴേ നെയ്ച്ചോറ് കൊള്ളാവും. അത് ക്യാരറ്റും എല്ലാം കൂടി ഇട്ട് ഉണ്ടാക്കി തന്നാ. ഇനി മുതൽ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ വലിയ കറിയുടെ ആവശ്യം വരുന്നത്. ഈ രാവിലെ എന്തൊരു പാടം ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നെല്ലാം ചെയ്യണം. ഞങ്ങൾ ഒത്തിരി പേരുണ്ട്. ഗീത, രേണുക, കണ്ണന്. അല്ല, കണ്ണനും ഞാനും ഗീതയും കൂടെ വർത്താനം പറഞ്ഞത്. സീരിയല് എല്ലാം 8 മണിയായ എന്റെ തിന്നാല. ഇല്ല, ഇപ്പൊ ഞങ്ങൾ ഒത്തിരി ദിവസമായി കണ്ടിട്ട്. പന്നിയെ ഓടുണ്ടോ എന്തോ? ഞാൻ കഴിച്ചില്ല. എല്ലാവരും ഉണ്ടായിരുന്നു. രമ്യയും കൊച്ചുങ്ങളും. ഞാൻ പക്ഷേ ചായ കുടിച്ചിട്ട് രാവിലത്തെ പുട്ടിരുന്നു. അതും കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാ. ഞങ്ങൾ ഇന്നലെ നിങ്ങളെല്ലാവരെയും കൂടെ കണ്ടിട്ടായിരിക്കും ഒത്തിരി പേര്. നിങ്ങൾ പോകുന്നുള്ളൊരു ഉദ്ദേശമില്ലല്ലോ. എന്നാലെല്ലാം ശ്രദ്ധിക്കാൻ പറ്റുമോ? ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഇവിടെ ഇരുന്നോണ്ട് വായിക്കും. ഞങ്ങള് മിക്ക ദിവസങ്ങളിൽ ഇവിടെ ഇരുന്നോണ്ട് വായിക്കും. ഞങ്ങളെല്ലാരും കൂടെ. വന്നായിരുന്നേ നിങ്ങൾ അവിടെ കണ്ടേനായിരുന്നു. കഴിച്ചോ? നിങ്ങൾ പോയില്ലേ തുരുത്തിലമ്പലത്തിൽ? നിങ്ങൾ അതിനൊന്നും വിളിക്കുകയല്ല, തുലാഭാരത്തിനൊന്നും. എന്തുവാ? നമുക്ക് ചോറ് കഴിക്കാം. ഇവരൊക്കെ കഴിച്ചിട്ടിരിക്കുവാ. പിന്നെ വേറെന്തുവാ? കഴിക്കാം. ഇന്നലെ നീ വിളിക്കാമെന്നും പറഞ്ഞിട്ട് വിളിച്ചില്ലായിരുന്നല്ലോ ഇന്നലെ. ഇതിനെല്ലാം കൂടെ തല്ലി കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. കിട്ടിയോ? പിന്നെ വേറെന്തോ? ശരി. എടി പൊന്നു, ഹലോ. എപ്പോഴാ നിങ്ങളൊക്കെ പോണ? ഞായറാഴ്ചയാ? എടാ ഇവിടെ നിന്ന് വൈകിട്ട് രമയും പൊന്നും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് എല്ലാവരും കൂടെ കാര്യം പറഞ്ഞിട്ട് ബിന്ദു ഇരുന്നത് കൊണ്ട് രമയോട് പൊന്നുവിനോട് പോവാന്ന് പറഞ്ഞില്ല. ഇവിടെ നമുക്ക് വിഷമമായിരുന്നു പോലും. ഇപ്പോഴല്ലേ അവരങ്ങോട്ട് വരാൻ തുടങ്ങി. അപ്പം അങ്ങനൊക്കെ നോക്കിയാന്നോടെ ഒരാളോട് ഒരാൾ പെരുമാറുന്നത്. അവിടുത്തെ സ്വഭാവം അറിയാലോ. അപ്പൊ നാരായണ എനിക്ക് അതിനോട് ഞാൻ ചോദിക്കട്ടെ, നീ മിണ്ടാതിരുന്നപ്പോ നീ മിണ്ടുവരുന്നവരെ കാണാൻ? പൊന്നോ, ഗീത ചേച്ചി തിരക്കിയെന്ന് പറയണേന്ന് പറഞ്ഞു. ദാണ്ടടി അവൾ ഓൺലൈനിലുണ്ട്. പറ. അവള് കണ്ട്. പാത്രങ്ങളൊക്കെയാണോ? ആണോ? അങ്ങനെ വണ്ടിക്കകത്ത് പാക്ക് ചെയ്ത് പോകാനാണോ? അവർ തന്നെ പാക്ക് ചെയ്തോളൂ. നമ്മുടെ ചെടിയിലെല്ലാം പൂ കാണുകടി വീണത്. ഒരു സുജാത, നീ ഇവിടെ ഇല്ലയോടി? അവർ പാക്ക് ചെയ്തോളിയല്ലയോ? ഇവിടെ ഞാൻ കണ്ടായിരുന്നു ദേവിയുടെ ചെന്നൈ പോയപ്പോൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയി. പിന്നെ ചെന്നൈയിൽ തിരിച്ചിവിടെ കൊണ്ടുവന്നിട്ട് എറണാകുളത്ത് പോയപ്പോൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയി. ടി വി, ഡൈനിങ് ടേബിള്, അലമാര,